ഹലോ ഫ്രണ്ട്സ്, ജീവൻ്റെ നാഡി, അതിശയച്ചെടി, ഔഷധച്ചെടി, സ്വർഗത്തിലെ മുത്ത് എന്നീ പേരുകൾ അറിയപ്പെടുന്ന കറ്റാർവാഴയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ അതിഥി. കൂടാതെ സ്ത്രീകളുടെ ഉറ്റ ചങ്ങാതി എന്നും പേരുണ്ട്. സൗന്ദര്യത്തിനും ആരോഗ്യത്തിനും കറ്റാർവാഴ നൽകുന്ന ഗുണങ്ങൾ ചില്ലറയല്ല. കണ്ണിനടിയിലെ കറുപ്പ് നിറം മാറ്റുന്നതിനും ചർമ്മത്തിന് തിളക്കം നൽകുന്നതിനും മുടിയിഴകൾ തമ്മിൽ പിണഞ്ഞു കിടക്കാതിരിക്കാനും ഭംഗിയായി നിൽക്കാനും കറ്റാർവാഴയുടെ ജെൽ ഉപയോഗിക്കാം. ഏറ്റവും മികച്ചതും എന്നാൽ നേർത്തതുമായ ഫേസ് പാക്കാണ് കറ്റാർവാഴ ജെൽ. ഇതൊരു ചെറിയ കറ്റാർവാഴ കടയിൽ നിന്നും വാങ്ങി കൊണ്ടുവന്ന് വെച്ചതാണ് കേട്ടോ. നമുക്ക് എണ്ണ കാച്ചുന്നതിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു കടയുണ്ടായിരുന്നത് നട്ടുവെച്ചു. അപ്പോൾ അത് ഇപ്പോൾ 1 മാസത്തിൽ കൂടുതലായി അത് ഇങ്ങനെ ഇത്രയും നന്നായി വലുതായി വന്നിരിക്കുന്നു. കൂടാതെ അതിൽ നിന്ന് തന്നെ ഒരുപാട് ചെറിയ തൈകളെല്ലാം വന്നിട്ടുണ്ട്. സാധാരണ എല്ലാ ചെടികളുടെ കാര്യത്തിലും ഞാൻ പറയുന്നത് പോലെ ഒരു വളവും ചേർക്കാതെ വെറുതെ മണ്ണിനകത്താണ് കേട്ടോ കറ്റാർവാഴയും വെച്ചിട്ടുള്ളത്. അതിനകത്ത് കുറച്ച് ചരൽ ഉണ്ടെന്ന് മാത്രം. കറ്റാർവാഴയിൽ ഒട്ടും തന്നെ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. കാരണം ഒരു സക്കുലൻ്റ് വർഗ്ഗത്തിൽപ്പെട്ട ചെടി ആയതുകൊണ്ട് തന്നെ മണ്ണിൽ വെള്ളം കെട്ടി നിന്നാൽ ചെടിയും നാശമായി പോകും. ഇന്ന് കറ്റാർവാഴയുടെ തൈകളെല്ലാം പറിച്ച് നടുകയും ചെയ്യാം. കൂടെ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് എല്ലാവർക്കും പറഞ്ഞു തരികയും ചെയ്യാമെന്ന് കരുതിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. നല്ല സൂര്യപ്രകാശം ആവശ്യമുള്ള കാലാവസ്ഥയാണ് നമ്മുടെ കറ്റാർവാഴയ്ക്ക് അത്യാവശ്യം. പലരും കറ്റാർവാഴയൊക്കെ ഇന്ന് ഇൻഡോർ പ്ലാന്റ്സ് ആക്കി വെക്കുന്നുണ്ടെങ്കിലും അത് ഇടയ്ക്കൊക്കെ നല്ല വെയിലുള്ള സമയങ്ങളിൽ ഒന്ന് പുറത്തിറക്കി വെച്ച് കുറച്ച് സമയം നല്ല സൂര്യപ്രകാശം കൊള്ളിക്കുന്നത് നന്നായിരിക്കും. കറ്റാർവാഴയിൽ കണ്ടുവരുന്ന ഒരു അസുഖമാണ് കേട്ടോ അതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ കരിഞ്ഞു വരിക, ഇലയ്ക്കൊക്കെ ഇങ്ങനെ മഞ്ഞപ്പ് വരികയൊക്കെ. അപ്പോൾ അതിനകത്ത് പൊട്ടാസ്യത്തിൻ്റെ അളവ് കുറഞ്ഞു വരുമ്പോഴാണ് ഇത്തരം അസുഖങ്ങളെല്ലാം വരുന്നത് തന്നെ. അപ്പോൾ ബാക്കി എല്ലാ ചെടികളിലേക്കും നൈട്രജനാണ് അത്യാവശ്യ ഘടകമെങ്കിലും നമ്മുടെ കറ്റാർവാഴയ്ക്ക് പൊട്ടാസ്യമാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഘടകം. ഇപ്പോൾ ഈ കറ്റാർവാഴ ഇരിക്കുന്നത് കണ്ടില്ലേ, ഇതുപോലെ ഇതിൻ്റെ അടിഭാഗം അധികം മണ്ണിനടിയിലേക്ക് പോകാതെ വേണം ഇരിക്കാൻ. ഇതിൻ്റെ ഒരുപാട് ഭാഗം മണ്ണിനടിയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് ആ ചെടി നാശമായി പോവുകയാണ് ചെയ്യുക. ഇതിൻ്റെ വേരുകളിൽ നിന്നും തന്നെയാണ് നിറയെ ചെടികൾ ഉണ്ടായി വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അധികം ഇറക്കി വയ്ക്കാതെ ചെറിയ രീതിയിലൊന്ന് കൈകൊണ്ടൊരു തടം എടുത്തിട്ട് അതിനകത്ത് വെക്കാൻ നോക്കാം കേട്ടോ. കറ്റാർവാഴ ഞാൻ നടുകയും അത് ഇത്രയും വലുതാവുകയൊക്കെ ചെയ്തു. എന്നിട്ടും ഇതുവരെ അതിനകത്തേക്ക് ഞാൻ യാതൊരു വളവും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇപ്പം നല്ല മഴയുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഞാൻ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഈ ചെടിയുടെ ഒരു ഇലയിൽ മഞ്ഞ കളർ വന്ന് അത് കേടുവരാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ചെടിയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും അത് പടർന്ന് പിടിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ അസുഖങ്ങളൊക്കെ വരുമ്പോൾ ചാണകത്തിൻ്റെ തെളി നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നിലത്തും ചട്ടിയിലും നമുക്ക് ഒരുപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടിയാണ് കേട്ടോ കറ്റാർവാഴ. ചട്ടിയിൽ മാത്രമല്ല, ചാക്കുകളിലോ ഗ്രോ ബാഗിൽ പഴയ പാത്രങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തെല്ലാം ഇടയ്ക്കിടയ്ക്ക് ചെറിയ ദ്വാരങ്ങൾ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതിനകത്തേക്കെല്ലാം നട്ട് വയ്ക്കാൻ കഴിയും കറ്റാർവാഴ. പിന്നെ അധികം കെയറിങ് ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ വീടുകളിലൊക്കെ ഒരു ചെറിയ കട ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഉണ്ടാക്കിയെടുക്കാനും കഴിയും. പിന്നെ നമുക്ക് ഒരുപാട് ചർമ്മ സംരക്ഷണത്തിനും മുടി കൊഴിച്ചിലിനൊക്കെ എണ്ണ കാച്ചാനൊക്കെ കറ്റാർവാഴ വളരെ നല്ലൊരു ഘടകം തന്നെയാണ്. കറ്റാർവാഴയുടെ ഇലകളിലെ ജെല്ലിനെ നിലനിർത്താനും ഒരുപാട് വലിപ്പം വയ്ക്കാനും പൊട്ടാസ്യം അടങ്ങിയ വളമാണ് നമ്മൾ കൊടുക്കേണ്ടത്. സവാളത്തൊലി, പഴത്തൊലി, വാഴങ്കൂമ്പിൻ്റെ വേസ്റ്റ്, തേയിലച്ചണ്ടി, പച്ചക്കറികളുടെ വേസ്റ്റ് ഇതെല്ലാം നമുക്ക് വളമായിട്ട് ചെടിക്ക് നൽകാം. ഒരുപാട് ജലാംശമൊന്നും ചെടിക്ക് ആവശ്യമില്ലെങ്കിലും നമ്മൾ വേനൽക്കാലത്തൊക്കെ ഇടയ്ക്ക് കൈകൊണ്ട് ഇങ്ങനെ തൊട്ട് നോക്കുമ്പം മണ്ണിൽ വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. അത് മണ്ണിൽ ഈർപ്പം നിലനിർത്തണം എന്നൊരു കാര്യം മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ. ഒരാഴ്ച മുൻപ് ഞാൻ കുറച്ച് ചട്ടികൾ എടുത്തിട്ട് അതിനകത്ത് കുറച്ച് മണ്ണും ചരലും ചാണകപ്പൊടിയും ഒരു നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയും കുറച്ച് പച്ചിലകളൊക്കെ കീറിപ്പറിച്ചിട്ട് ഒന്ന് സെറ്റ് ആവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മണ്ണാണ് കേട്ടോ ഈ കാണുന്നത്. എന്നിട്ടിപ്പോൾ നമ്മൾ ചെടി വയ്ക്കുന്ന സമയത്ത് അതൊന്ന് കൈകൊണ്ട് നന്നായി ഇളക്കിയിട്ട് വേണം അതിനകത്തേക്ക് നമ്മൾ ചെടി വെച്ച് കൊടുക്കാൻ. ഈ ചെടിക്ക് ആവശ്യമായിട്ടുള്ള നല്ല വേരോട്ടത്തിന് വേണ്ടിയിട്ടാണ് ഈ മണ്ണെല്ലാം നമ്മൾ ഇളക്കി മറിച്ചിട്ട് ചെടി അതിനകത്തേക്ക് വെച്ച് കൊടുക്കുന്നത്. ഈ മണ്ണിനകത്ത് ചേർത്ത് വെച്ചതിൽ കുറച്ച് ചാണകത്തിൻ്റെ ഇതാണ് കേട്ടോ ഈ കാണുന്നത്.
അപ്പോൾ അത് നന്നായി മണ്ണങ്ങനെ ഇളക്കിയപ്പോൾ അതിൻ്റെ അടിവശത്ത് നിന്നിങ്ങനെ വന്നതാണ്. മദർ പ്ലാന്റിൽ നിന്നും കിട്ടിയ തൈകളെല്ലാം ഇവിടെ ഇതിനകത്ത് ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. തീരെ കുഞ്ഞു തൈകളാണ് കേട്ടോ. അത്യാവശ്യം വലിയ ചട്ടിയിൽ തന്നെയാണ് എല്ലാ തൈകളും നമ്മൾ പറിച്ച് നട്ടിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിനകത്തുനിന്ന് വരുന്ന കുഞ്ഞു കുഞ്ഞു തൈകൾ നമ്മൾ വീണ്ടും വേറെ പോട്ടിലേക്ക് മാറ്റി വെച്ചാൽ മതി. എല്ലാവർക്കും ഉപകാരപ്പെട്ടു ഇന്നത്തെ വീഡിയോ എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.